ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. കുറച്ച് പേര് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഉപാസന സാധനയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കണക്ഷൻ, ആദ്യം കിട്ടിയ കണക്ഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈം പോകുന്ന പരിപാടി അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ഉപാസന അല്ലെങ്കിൽ സാധന തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഇൻറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. നമ്മൾ എന്ത് ചെയ്യും? ഈ കൗതുകത്തിന് നമ്മൾ നാട്ടുകാരോടും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും പോയിട്ട് പറയും. ഇവർക്കിത് ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കണ പരിപാടി ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ എനർജിയാണ് കളയണം. നമ്മൾ ആ എനർജി കളയരുത്. നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ കിട്ടുന്ന ഒരു കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യരുത്, എക്സെപ്റ്റ് നിങ്ങളുടെ ഗുരുവിനോട്. കാരണം ഗുരുവിനോട് നമുക്കിത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം ഗൈഡൻസ് ചിലപ്പോഴൊക്കെ നമുക്ക് അവരിലൂടെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഗുരുക്കന്മാരോട് ഇത് പറഞ്ഞു കൊടുക്കണം. ബാക്കി ആരോടും പറഞ്ഞു കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡി ലൈറ്റ് ബോഡി ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോഡി ലൈറ്റ് ബോഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം പറ്റും. നമ്മളെ തേടി ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള എനർജീസ് നമ്മളെ തേടി വരും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോല ഹൃദയന്മാരായി തുടങ്ങും പയ്യെ. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർ നമ്മളോട് വരും. എന്നിട്ട് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയും. നമ്മളിതിരുന്ന് കണ്ട് കേൾക്കും. മറ്റേ രാമായണം കേൾക്കണോ അല്ലെങ്കിൽ കണ്ടിരുന്ന് കേൾക്കും. എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന നെഗറ്റീവൊക്കെ നമ്മുടെ ബോഡിയിലോട്ട് കയറി ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ നെഗറ്റീവ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇതും ഒരു പണിയാണ്. ഞാനപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേറൊരാളെ നെഗറ്റീവ് കേൾക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാനേ ടൈമുള്ളൂ. അതിനിടയിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി പോകേണ്ട ആവശ്യമില്ല. അവർ വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞോട്ടെ, നിങ്ങളത് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഒഴിഞ്ഞു മാറുക, എങ്ങനെയെങ്കിലും അവോയ്ഡ് ഒഴിഞ്ഞു മാറുക, കുറച്ച് ബിസിയാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഓക്കെ, എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നമ്മുടെ നെഗറ്റീവ് നമ്മുടെ അടുത്തോട്ട് പറയുമ്പോൾ തിരിച്ചവർ ഹാപ്പി ആയിട്ട് പോകും. പക്ഷെ നമ്മൾ വീക്കനാവും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഊർജ്ജമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ബ്രേക്കേജ് വരാൻ ഉള്ള കാര്യം, ഈ ഉപാസന സാധനം ബ്രേക്കേജ് വരാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നവരൊക്കെ എന്താ പുറത്തുനിന്ന് കാണുമ്പോൾ ഉപാസന സാധനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ്. ശരിക്കും അത്ര വലിയ കളർഫുള്ളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല, വളഞ്ഞ വഴികളെന്ന് പറഞ്ഞ പരിപാടി ഇല്ല. എല്ലാം നേർവഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണികളുടെ അളവ് കൂടുതലായിരിക്കുള്ളൂ. എന്തുകൊണ്ടാണ് കൂടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ജന്മം ഈ ഫിസിക്കൽ ബോഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോള് ഒരു ഫിസിക്കൽ ബോഡിയിൽ ഒരു ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർമ്മ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത്. കർമാസ് ഇല്ലെങ്കിൽ നമുക്ക് ജന്മമില്ല. നമ്മളെന്താ വൈകുണ്ഠത്തിൽ ചേർന്നു അല്ലെങ്കിൽ മോക്ഷം കിട്ടി എന്ന് ഞാൻ പറയുള്ളൂ. കർമ്മങ്ങളുള്ളതുകൊണ്ടാണ്, കർമ്മം തീർക്കാൻ വേണ്ടിയാണല്ലോ സോള് ഒരു ഫിസിക്കൽ ബോഡിയിലോട്ട് ഇത് വരുന്നത്, പ്രോസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പ്രപഞ്ചത്തിൽ ലയിച്ചു പോകും. അപ്പോൾ ഈ കർമ്മങ്ങൾ തീർക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ശരാശരി ജീവിതം എന്ന് പറയുന്നത് ഒരു 80-85 വയസ്സ് കൂട്ടിക്കും. നമ്മൾ ഉപാസന സാധനയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 80-85 വയസ്സ് ഉള്ളിൽ അനുഭവിക്കേണ്ട കർമാസൊക്കെ നമ്മുടെ ഇനീഷ്യൽ സമയത്ത് നമുക്ക് കിട്ടി തുടങ്ങും. അപ്പം അമ്മാതിരി പണി കിട്ടി തുടങ്ങും. ഈ പണികൾ കിട്ടി കുറച്ച് കളയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്കിംഗ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിപ്പോവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഉപാസനമൂർത്തികൾ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് തീർത്തിട്ട് അവരുടെ ആ എനർജി നമ്മുടെ ഉള്ളിലോട്ട് വരാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളിത് ബ്രേക്ക് ചെയ്ത് പോയി പോകും. അതാണ് ഞാൻ പറയുന്നത്, സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആളുകളുടെ ലൈഫുകളൊന്നും ഒട്ടും കളർഫുൾ ആയിരിക്കില്ല. നല്ല പണികൾ കിട്ടും. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ സ്ട്രഗിളിങ് സ്റ്റേജിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ സ്പിരിച്വൽ ജേണിയിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ 100 വട്ടം ചിന്തിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി. കാരണം പണികളുടെ ഇത് അമ്മാതിരി പണിയായിരിക്കുള്ളൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് നടക്കുന്ന സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാണ്ടിരിക്കുക. വേറൊരാളുടെ ദുഃഖങ്ങളോ സങ്കടങ്ങളിലോ നമ്മളത് അധികം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ പറയുന്ന കാർമിക് ഡെപ്റ്റ്സ് അത് ക്ലിയറിങ് ആയിരിക്കുള്ളൂ നമ്മുടെ ഇനീഷ്യൽ ഫേസസ്. ആ സമയത്ത് നമ്മൾ ബ്രേക്കേജ് ചെയ്തു. പക്ഷേ ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനന്ദം അല്ലെങ്കിൽ വേറൊരു എൻജോയ്മെൻറ്റ് കിട്ടും.
അത് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എൻജോയ്മെൻ്റാണ്. അതാണ് ഈ പറഞ്ഞ സ്പിരിച്വൽ പാത്ത്. അല്ലാണ്ട് ഇതിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറേ പൈസ കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ മൂടും കിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ. നമുക്കൊരു ആനന്ദം കിട്ടും ഇതിനകത്ത് കൂടെ. അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് സ്പിരിച്വൽ ജേണിയിലോട്ടോ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലോട്ടോ ഇറങ്ങരുത്. അതൊക്കെ നമുക്ക് വരാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ പാത്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട കാര്യങ്ങൾ അത് ഈ പറയുന്ന ഉപാസനമൂർത്തിയോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കും. സോ ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.